ഹലോ, അപ്പോൾ മമ്മി സ്പെഷ്യൽ ഗ്രീൻ പീസ് കറി ആയാലോ. അപ്പോൾ അതിന് ചെറിയൊരു കിഴങ്ങും വലിയ സവാളയും ഒരു തക്കാളിയും കൂടി ഇട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രീൻ പീസ് രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറിനകത്താണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിനകത്ത് ചില എണ്ണ ഒഴിച്ച് അകലല്ല കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറിക്ക് എന്നാലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ വെളിച്ചെണ്ണയല്ല, അതിനകത്ത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. അതിനകത്ത് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം എടുത്തുകൊണ്ട് വഴറ്റി വരുമ്പോഴത്തേക്കിന് ചില മഞ്ഞപ്പൊടി ഇട്ട് കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിക്കുമ്പോൾ നമ്മൾ ചില മസാലപ്പൊടിയും പിന്നെ 3 ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടിയും, എരിവനുസരിച്ച് മുളക് പൊടി ഇടുക. കുറച്ച് എരിവ് നല്ലതായി കറിക്കും. അതെല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ച് മമ്മി പറയാം മാളുവിന് വേണ്ടിയാണ്. കാരണം അവൾ ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു കേട്ടോ ഗ്രീൻ പീസ് കറി വേണം, മമ്മിയുടെ ഗ്രീൻ പീസ് കറി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതെല്ലാം മൂത്ത് വരുമ്പോഴത്തേ നമ്മുടെ വെള്ളത്തിട്ട് വെച്ചിരുന്ന ഗ്രീൻ പീസ് ഇല്ലേ അത് വാരി ഇതിനകത്ത് ഇട്ടിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കി മമ്മി അത് അടച്ചു വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ചപ്പാത്തിയായിരുന്നു, അതും ഞാൻ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ 3 വിസിലാണ് ഗ്രീൻ പീസിന് അടിച്ചത്. ആ 3 വിസിലടിക്കുമ്പോഴത്തേക്കിനും അത് കറക്റ്റ് പാകത്തിന് കിട്ടും, നല്ല കുറുകി പരുവത്തിന് കിട്ടും. അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമ്മളത് സെറ്റാക്കി എടുക്കുക. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, മമ്മിയായിരുന്നു ചുട്ടെടുത്തത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുക എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.